സായി 5 ലക്ഷത്തിന്റെ പണപ്പെട്ടിയുമായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതല്ല ഇപ്പോഴത്തെ വിഷയം. അവിടെ ഋഷിക്ക് പണപ്പെട്ടി വേണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവിടെ ഋഷിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം 2 ഉദ്ദേശങ്ങളാണുള്ളത്. അവിടെ പണപ്പെട്ടിയുടെ ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് അവിടെ ഋഷി എന്ന് അഭിഷേകിനെ നന്നായിട്ടറിയാം. ഒരു വീട് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ വിജയിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത മത്സരാർത്ഥിയാണ് ഋഷി എന്നുള്ളത് കൊണ്ട് തന്നെ ഋഷിക്ക് ആ പണപ്പെട്ടിയുടെ ആവശ്യമുണ്ടെന്ന് അറിയാവുന്ന അഭിഷേക് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ആരാണ് വിജയിക്കാന്നറിയില്ല, ഈ പണം കൊണ്ട് പോകുന്നതാണ് നിനക്ക് കൂടുതൽ നല്ലത് എന്ന് ഋഷിയെ പറഞ്ഞ് ഒരുപാട് തവണ മനസ്സിലാക്കിയിരുന്നു. ഈ 5 ലക്ഷത്തിന്റെ പെട്ടി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷവും അവിടെ ഋഷിയും അഭിഷേകും സംസാരിക്കുന്നുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ സംസാരം അവിടെ നടക്കുന്നതിന് ഇടയിലാണ് അവിടെ വന്ന് സായി ആ പെട്ടി എടുത്തുകൊണ്ട് പോയത്. അപ്പം അതിനുശേഷം അവിടെ ഋഷിക്ക് ഭയങ്കര ഒരു കുറ്റബോധമോ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അവൻ എനിക്ക് വേണ്ട സമയം തന്നില്ല, അവൻ പെട്ടി വെച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോഴേക്കും അവൻ പെട്ടി എടുത്തുകൊണ്ട് പോയി, എനിക്ക് ആലോചിക്കാനുള്ള സമയം തന്നില്ല, അവൻ അവൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, മറ്റൊന്നിനെ കുറിച്ചും അവൻ ചിന്തിച്ചില്ല, എനിക്ക് ആവശ്യമുണ്ടെന്ന് അറിയാം അവന്, എന്നിട്ടും എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നവിടെ പറയുന്നുണ്ട്. അപ്പം അഭിഷേക് പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല ഇക്കാര്യത്തെക്കുറിച്ചെന്ന് ഋഷി പറയുന്നുണ്ട്. എന്തായാലും ഋഷിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നുന്നുണ്ട് ആ പെട്ടിയുടെ കാര്യത്തിൽ. ഋഷിക്ക് അത്ര അത്യാവശ്യമായിരുന്നു എന്നുള്ളതുകൊണ്ട്. പിന്നീട് ഋഷി പറയുന്നത്, എനിക്ക് ജനങ്ങളെ വിശ്വാസമാണ്, ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ നിൽക്കാം എന്നാണ് ഋഷി പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഋഷിയുടെ മനസ്സിൽ ഇപ്പോൾ സായി പെട്ടിയെടുത്ത് പോയത് ഒരു നഷ്ടബോധമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഋഷിക്ക് വേണമോ വേണ്ടയോ എന്ന് ചിന്തയുണ്ടായിരുന്നു, ആലോചിക്കാനുള്ള സമയം ഋഷിക്ക് കിട്ടിയില്ല, സായി കൊടുത്തില്ല എന്നാണ് ഋഷി ഇപ്പോൾ പറയുന്നത്.